വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം 1 തിമോഥെയോസ് 15. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാക്കുന്നതിനു വേണ്ടിയാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ തേടിയാണ്. എത്ര ആശ്വാസം നൽകുന്ന വചനമാണിത്. അപ്പം ഇത് പൗലോസ്ലീഹ പറയുന്ന വാക്കുകളാണ്. പൗലോസ്ലീഹയുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികളെ കൊന്ന് കൊലവിളിച്ച് നടന്നിരുന്ന ഒരാളാണ് പൗലോസ്ലീഹ. അങ്ങനെ കുതിരപ്പുറത്ത് നടക്കുമ്പോൾ സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ ദ്രോഹിക്കുന്നു എന്ന് ചോദിച്ച് കുതിരപ്പുറത്ത് താഴെ തട്ടിയിട്ട് അങ്ങനെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഏറ്റവും തീഷ്ണതയുള്ള ഒരു ക്രിസ്തു ശിഷ്യൻ. ആ ശിഷ്യനാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ തേടിയാണ്, പാപമില്ലാത്തവരെ തേടിയല്ല. അപ്പോൾ ഞാൻ പാപികളിൽ ഒന്നാമനാണ്. എന്നിരുന്നാലും ക്രിസ്തുവിൻ്റെ കൃപയാൽ എനിക്ക് ക്രിസ്തുവുമായി രമ്യതപ്പെട്ട് ക്രിസ്തുവിൻ്റെ വചനങ്ങളാൽ ശുദ്ധീകരിക്കപ്പെട്ട് ക്രിസ്തുവിനെ അനുകരിക്കാൻ, ക്രിസ്തുവിൻ്റെ തടവുകാരനായി മാറാൻ ക്രിസ്തുവിൻ്റെ കൃപയാൽ എനിക്ക് സാധിക്കുന്നു എന്ന വചനഭാഗമാണിത്. ഇപ്പോൾ ബൈബിളിൽ ഉടനീളം പറയുന്നത് പാപികളെ തേടി വന്ന ദൈവം മനുഷ്യരൂപം പൂണ്ട് ഭൂമിയിലെ പാപികളെ രക്ഷിക്കാനായി തേടി വന്ന ക്രിസ്തു. അങ്ങനെയുള്ള ദൈവം യേശു ക്രിസ്തു മാത്രമാണുള്ളത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് വളരെയധികം ആശ്വാസം നൽകുന്നതാണ്, പ്രത്യാശ നൽകുന്നതാണ്. അതുപോലെ തന്നെ ബൈബിളിൽ ആ മുടിയനായ പുത്രൻ്റെ ഉപമ, ഇതെല്ലാം ഒറ്റ മെസ്സേജാണ് തരുന്നത്. ക്രിസ്തു പാപികളെ തേടി വന്നു. പാപികൾ പാപത്തിൽ വസിക്കേണ്ടതില്ല. അവരുടെ പാപങ്ങളുടെ നിറം എത്ര കടും ചുവപ്പാണെങ്കിലും ക്രിസ്തുവിൻ്റെ കൃപയുണ്ടെങ്കിൽ അതെല്ലാം തൂവെള്ള ആയി മാറും എന്ന ഒരു പ്രത്യാശ ക്രിസ്തു നമുക്ക് എല്ലാ പാപികൾക്കും
നൽകുന്നു. നമുക്കിതിൽ പൂർണ്ണമായി വിശ്വസിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിക്കാം. നമ്മിലെ അന്ധകാരം ക്രിസ്തു വെളിച്ചമാക്കും. ആമേൻ.